ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത്രയും വലിയ വീടോ? എടോ എനിക്ക് ഒറ്റക്ക് താമസിക്കാനാ. താൻ 5000 രൂപയുടെ വീടുണ്ടെന്ന് പറഞ്ഞല്ലേ? എടോ ആ വീട് തന്നെയാണ് ഈ വീട്. ഈ വീടാ? ഇത്രയും വലിയ വീടാ? എടോ ഇതിന്റെ ഓണർ അങ്ങ് ഓസ്ട്രേലിയയിലാ. അയാൾ എല്ലാ വർഷവും ഡിസംബർ 31 വരും, ജനുവരി 1 തിരിച്ചു പോകും. ഈ വീട് ഒന്ന് വൃത്തിയായിട്ടിരിക്കണം. ആ ഒരൊറ്റ കണ്ടീഷൻ അങ്ങിരിക്കുള്ളൂ. വാടകയൊന്നും പ്രശ്നമല്ല, വേണമെങ്കിൽ ഇനിയും കുറയും. പക്ഷെ അഡ്വാൻസ് 50,000 അത് മസ്റ്റാ. അതാ ഞാൻ തന്റെ അടുത്തത് ആദ്യം വാങ്ങിച്ചത്. എന്നാലും ഞാൻ ഇത്രയും വലിയ വീട്ടിലെങ്ങനെ ഒറ്റക്ക് താമസിക്കണത്? എടോ ഒറ്റയ്ക്കല്ലല്ലോ, പിന്നെ അത് ഈ ചുറ്റുവട്ടത്തൊക്കെ ആൾക്കാരുണ്ട്. അത് പറഞ്ഞ ഒരു കാര്യം ചെയ്, താക്കോല് പിടി, പേടിക്കണ്ട. അല്ല താൻ വരുന്നില്ലേ? എനിക്കിതുപോലെ വേറെ 2 ഡീലിംഗ് ഉണ്ട്. ചെടി കാറൊക്കെ ആരുടെ? എടോ അതൊക്കെ ആ ഓണറിന്റെ. അയാൾ വരും ഉപയോഗിക്കും പോവും, താൻ കാര്യമൊക്കെ ഉണ്ടാ. സാറേ, സാറ് പോലീസാണല്ലേ? മഫ്തിയിലാണ്. അല്ല തനിക്ക് എങ്ങനെ അറിയത്? ഒരുപാട് പേരെ കണ്ട അനുഭവമുള്ളതാണ് സാറേ. സാറ് ചെല്ല്. അല്ല എടോ KCB പോയാ? ഫാനൊക്കെ ഓണാക്കിട്ടേക്കണോ? പുതിയ ആള് വന്നു. നിങ്ങളൊക്കെ ആരാണ് ശരിക്കും? ഞങ്ങളെ വീട്ടിൽ താമസിക്കണവര്. ഈ വീട്ടിൽ താമസിച്ചാ? ഇപ്പൊ ബ്രോക്കറിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കേറിയുള്ളു. ഇറങ്ങിക്ക് എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാനോ? ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അതെ, ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളുടെ വീടാ? താക്കോൽ എന്റെ കയ്യിലാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പോലീസുകാരൻ്റെ അടുത്താണ് നിങ്ങൾ കള്ളം പറയുന്നുള്ള കാര്യം മറക്കരുത്. ഈ താക്കോലല്ലേ? ഇതിവിടെ എല്ലാവരുടെയും കയ്യിലുള്ളതാ. ആണല്ലേ? കാണിച്ചു തരാം, ഞാൻ അങ്ങനെ വിളിക്കാം. ഓ റേഞ്ച് ഇല്ലല്ലോ. ഇവിടെ തന്നിങ്ങാട് കൊണ്ടുവന്ന അതേ ബ്രോക്കറിനോട് ഞങ്ങളെയും കൊണ്ടുവന്നേ. അങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങനെ പോയി വിളിച്ചിട്ട് വരാം. ഇപ്പം എന്തായാലും കവനവരെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ. കള്ളത്തരം കാണിക്കണല്ലേ? വെയിറ്റ് ഒരു പോലീസുകാരനോട് നിങ്ങൾ കളിക്കണമെന്നുള്ള കാര്യം മറക്കണ്ട. ഞാനിപ്പോൾ വിളിച്ചിരുന്നത് ആളാ. എന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് കാണാം ആരാണ് വീടെന്നുള്ളത്. വെയിറ്റ്. എനിക്കിനി തെറ്റിപ്പോന്നാ. ഞാൻ വിളിച്ചിട്ട് പോരാ. സാറേ എന്നാ പോര്, അവിടുന്ന് പോകാൻ പറ്റില്ല. ഇതെന്താ ഇങ്ങനെ? എന്റെ പൊന്നു സാറേ, ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ഇപ്പൊ ഈ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി. ഞാൻ 2 വർഷം. ഞാൻ 1.5 വർഷം. ഞാൻ 1 വർഷം. സാറേ ഞാനാ സീനിയർ, 4 വർഷം. അല്ല അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരിക്കലും. എന്റെ സാറേ, ഈ വീട് ഒരു ലൂപ്പ് പോലെയാ. ഗേറ്റിന്റെ പുറത്ത് കിടന്നാലും വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ദേ വഴിയും കാണാം, വണ്ടികളും കാണാം. പക്ഷെ അവർക്കൊന്നും നമ്മളെ കാണാനും പറ്റില്ല, നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റില്ല. അല്ല അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെ മാറിപ്പോയത്? ഈ ഗേറ്റിന് അപ്പുറത്ത് കിടന്ന തിരിച്ചു വരുന്നത് 1 ദിവസം കഴിഞ്ഞിട്ടാ. സാറ് ബ്രോക്കറെ വിളിക്കാൻ പോയത് മിനിഞ്ഞാന്ന്. എന്നിട്ട് ഇന്നലെ തിരിച്ചു വന്നു. ഇന്നലെ അപ്പൊ തന്നെ തിരിച്ചു പോയി, ഇന്ന് തിരിച്ചു വന്നു. മനസ്സിലായ? അപ്പോ ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഒരു വഴിയില്ലേ? 4 വർഷമായി ഞാൻ ശ്രമിക്കണ, നീ സാറ് ശ്രമിക്ക്. സാറ് ഓക്കെ അല്ലേ? അതെ, കേട്ടതിന് ഷോക്ക, മാറിക്കോളൂ. അല്ല നിങ്ങളപ്പോ ഈ ഭക്ഷണത്തിലൊക്കെ എന്താ ചെയ്യണേ? ഈ വീടിന്റെ പുറകിൽ ഒരു 10 ഉണ്ട്. അതിനകത്ത് ഇഷ്ടംമാതിരി അരിയുണ്ട്. അത് എടുക്കുന്നതോറും ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. പിന്നെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, തേങ്ങ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ ഈ പറമ്പിൽ ഒരു കുളമുണ്ട്, അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മീനും ഉണ്ട്. പിന്നെ പറമ്പിൽ ഇടക്കിടക്ക് കോഴികളെ കാണാം.
അതിനെ പിടിക്കുക, കൊല്ലുക, തിന്നുക. ഇതെന്താ വല്ല മാന്ത്രിക വീടുവാണിത്? ലൂപ്പ് മാൻ. ഞങ്ങൾക്കിത് ശീലമായി, നീ സാറും കൂടി ശീലിക്ക്. സാറ് വന്നേ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. കണക്ക് പ്രകാരം സാറ് കുളിച്ചിട്ട് 2 ദിവസമായി. ബാ ശരി നിക്കടാ. വന്നേ വന്നേ. ശ്ശോ. ഞാൻ അടുത്തുനിന്ന് പോലെ അയ്യോ എടോ പോലെടോ പോയി. ഉഫ്. മതി, വാ നാളെ കളിക്കാം. ധാര ഞാൻ മറന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അമ്മുവിനെ കാണാൻ. എന്നിട്ട് വേണം അവളുടെ അച്ഛനെ വീഴ്ത്താൻ. ആപ്പിള് വീണതാ. മോളിലല്ലേ, ഇത് സൈഡിലാ. ഒടുക്കത്തെ ഭാരം. സാർ ഇന്നലെ ഈ ആപ്പിൾ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നോ? ആയിരുന്നു. അത് തിരിച്ചു വന്നതാ. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് പോകാൻ പെട്ടെന്ന്. എന്താ? ഇന്നലെ എനിക്ക് ദേഷ്യം വന്നപ്പോ 2 കല്ലെടുത്ത് എറിഞ്ഞായിരുന്നു. അയ്യോ. എന്നാ പോര്, അവിടുന്ന് പോകാൻ പറ്റില്ല. എന്റെ സാറേ, ഈ വീട് ഒരു ലൂപ്പ് പോലെയാ. ഈ ഗേറ്റിന് അപ്പുറത്ത് കടന്ന തിരിച്ചു വരുന്നത് 1 ദിവസം കഴിഞ്ഞിട്ടാ. 4 വർഷമായി ഞാൻ ശ്രമിക്കണ, നീ സാറ് ശ്രമിക്ക്. സാറേ, ഫോൺ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ റേഞ്ചും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. അതിലെ ഡേറ്റ് പോലും മാറില്ല. എടുത്തു വെച്ചോ, വല്ല പട്ടിയെ പൂച്ചോന്ന് അറിയാം. കിടക്കാൻ നോക്ക്. ഈ പോലീസ് ജോലി നമുക്ക് വേണ്ട മോനെ. ഇതുപോലത്തെ ജോലിക്കൊക്കെ നമുക്ക് പോണം. എൻ്റെ കല്യാണത്തിന് ചേട്ടൻ എന്തായാലും വരണം. ഞാൻ വരും. ഇവിടുന്ന് എങ്ങനെയും ഞാൻ പുറത്തിറങ്ങും, ഇവരെയും കൊണ്ട് തന്നെ. ഇതിനു മുന്നേ ആരും ഈ ഗേറ്റ് വഴി പോയിട്ടില്ലെന്ന് ഉറപ്പാണോ? ഒരാൾ പോയിട്ടുണ്ട്. ആര്? ഈ നാട്ടുകാരൻ തന്നെ, ഒരു കാതറക്ക. പുള്ളി ഒരു ദിവസം ഇറങ്ങി പുറത്തേക്ക് പോയി. ഞങ്ങോട്ട് 2 ദിവസം തിരിച്ചു വരുന്നു, പക്ഷെ പുള്ളി വന്നില്ല. പുള്ളിക്ക് വല്ല അപകടം പറ്റിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചേ. അതിനുശേഷം പിന്നെ ഞങ്ങളാരും ഗേറ്റ് ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾ ഓരോരുത്തരുമായി സംസാരിക്കണം, ഒറ്റയ്ക്ക്. താനെന്ത് ചെയ്യുന്നു? ഞാൻ എയർ ഹോസ്റ്റസ് സാർ. പിന്നെ എങ്ങനെ ഇവിടെ വന്ന് വിട്ട്? വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കാൻ. എന്ത് പ്രശ്നം? അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നാട്ടിൽ എന്നോടത്തും ചൊറിഞ്ഞ് ഞാൻ കയറിയവനെ പഞ്ഞിക്കിട്ട്. പിന്നെ അകത്താവേണ്ടേക്ക് അച്ഛൻ പറഞ്ഞ കുറച്ചാണ് മാറിയൊക്കെ. അങ്ങനെ ഇവിടെ വന്ന ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടില് അച്ഛൻ മാത്രമേ ഉള്ളോ? അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാരും ഉണ്ട്. പിന്നെ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്.
ഞാനേ ഒരു കോഴ്സ് ചെയ്യാൻ വന്നതാ, പെട്ടുപോയി. ഏതുവരെ പഠിച്ചു? അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ പെട്രോമിലെ മാനേജറായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. ഇനി ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയെ. ഓ, ഒരു ടാങ്ക് പെട്രോളിൽ എത്ര എഥനോൾ കലക്കാൻ പറ്റും? എഥനോള് ഒരു ഒരു 4-5 ലിറ്റർ കലക്കാം. 5 ലിറ്റർ. സത്യം പറ, എന്ത് കഴിവ് നീ ചെയ്യണത്? കഞ്ചാവ് കൃഷിയാണ്, ഇടയ്ക്ക് വിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഡീലിംഗ് ആയിട്ട് വന്നതാ. പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. വേറെ എന്തെങ്കിലും കേസുണ്ടോ? വേറെന്ത് കേസ്? എല്ലാം കാശ് കൊടുത്ത് ഒതുക്കി. അല്ല, ഇങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് ഈ ഫ്രണ്ട്സ് ഫാമിലി ഒന്നും എനിക്ക് സെറ്റ് ആവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ഓരോ നാടും ചുറ്റിക്കറങ്ങുക, അത് ഒറ്റയ്ക്ക്. അപ്പൊ ഇഷ്ടമില്ലാത്ത എന്താ? എൻ്റെ ചെറിയച്ഛന് അച്ഛൻ മരിച്ചതിന് ശേഷം പുള്ളിക്ക് എന്നോടുള്ള പെരുമാറ്റമൊക്കെ മാറി തുടങ്ങി. പിന്നെ ഒരു ജോലി കിട്ടിയപ്പോൾ അമ്മയെ പറഞ്ഞ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ആദ്യം ഇങ്ങോട്ട് പോകും. ബാറിൽ പോ. എനിക്ക് ആകെ കൂടെ ഉള്ളത് ഒരു അച്ഛമ്മയാ. അവരെ കാണാൻ പോണം. എൻ്റെ അമ്മ അനിയത്തി സേഫ് ആണോ നോക്കണേ. എൻ്റെ ഗേൾഫ്രണ്ട് നിങ്ങളെ ആദ്യം കിട്ടുന്ന ട്രെയിൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. 5 പേര്. അവർ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണങ്ങൾ വെവ്വേറെ. ഇവർ പറയുന്നതെല്ലാം സത്യമാണോ, അതോ ഇതിലാരെങ്കിലും ഒരാൾ കള്ളം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരെല്ലാരും പറയുന്നത് കള്ളമാണോ? വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നാട്ടിൽ എന്നോടത്തും ചൊറിഞ്ഞ് ഞാൻ കയറി പഞ്ഞു കിട്ട്. ഞാനേ ഒരു കോഴ്സ് ചെയ്യാൻ വന്നതാ, പെട്ടുപോയി. കഞ്ചാവ് കൃഷിയാണ്, ഇടയ്ക്ക് വിൽക്കുകയും ചെയ്യും. ആദ്യം കിട്ടുന്ന ട്രെയിൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. ഈ വീടൊരു മാന്ത്രിക ലൂപ്പാണെങ്കിൽ അത് തുറക്കാനുള്ള താക്കോൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഈ വീട് ശരിക്കും ഒന്ന് പരിശോധിക്കണം. എന്താണോ, എന്തെങ്കിലും കണ്ടുകിട്ടിയാ? നോക്കിക്കൊണ്ടിരിക്കുക സാർ. ആ. സാർ, ഞാൻ പറഞ്ഞൊക്കെ കള്ളമെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? എടോ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് തന്നെ നോട്ട് ചെയ്യാനേ. എല്ലാവരുടെയും സാറുകളിൽ ആത്മാർത്ഥ കണ്ടു. പക്ഷെ തൻ്റെ ആണെങ്കിൽ ഒരുമാതിരി കള്ളത്തരവും ഒരുമാതിരി ക്രിമിനൽസ് വിളിക്കണ പോലെ. നോക്ക്. ഓ സാർ. എല്ലാരും ഒന്നും ഇങ്ങോട്ടൊന്ന് വന്നേ. ഇയാളാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആ ബ്രോക്കർ? ആ അതെ, ആ ഇങ്ങനെ തന്നെ. അതെ. നിങ്ങൾ താഴ്ത്തിട്ടൊന്ന് നോക്കി. ജനനം 1967 ജനുവരി 1. മരണം 2001 ഡിസംബർ 31. എന്നാലും മരിച്ചാളോ നമ്മളെങ്ങനെയാ ജീവനോടെ ഉണ്ട്? ഇത്രയും നാളെ ഈ വീട്ടിൽ താമസിച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടൊരു. അതിന് മടിയൊക്കെ മാറ്റി വെച്ച് അങ്കിൾ ആദ്യം പണിയെടുക്കണം. അങ്കിള ആരുടെ അങ്കിള്? എനിക്കേ അത്ര പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ തന്റെ ലൈസൻസ് കണ്ടായിരുന്നു. അതൊക്കെ തെറ്റാണ്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1989 ജനുവരി 1. കേട്ടാ? ജനുവരി 1? ആ. എന്റെയും ജനുവരി 1 ആണല്ലോ. അതിന് ഇന്ത്യൻ ജനുവരി 1 ആണല്ലോ. നീയോ? എന്റെ അതെ. നീയോ? എന്റെ ജനുവരി 1. യെസ്, അപ്പൊ സാറിന്റെയോ? ജനുവരി 1. അപ്പൊ നമ്മളെല്ലാരും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 1. അതുകൊണ്ടിപ്പോ എന്താ? നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയ ബ്രോക്കർ ജനിച്ചതും ജനുവരി 1 തീയതിയാണ്. നമ്മൾ ജനിച്ചതും ജനുവരി 1 തീയതിയാണ്. ഇതിൽ എന്തോ ഒരു സാമ്യമില്ലേ?
അപ്പൊ ഈ ഡേറ്റിൽ ജനിച്ച ആളുകളാണ് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കറക്റ്റ്. നമ്മളെല്ലാവരും ഈ ഡേറ്റിലാണ് ജനിച്ചെന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം? അതെനിക്കറിയില്ല. പക്ഷെ രക്ഷപ്പെടാൻ നമുക്ക് ഈ ഡേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ? എന്ന് പറഞ്ഞത് എടോ, ഇതിന്റെ ഓണർ അങ്ങ് ഓസ്ട്രേലിയയിലാ. അയാൾ എല്ലാ വർഷവും ഡിസംബർ 31 വരും, ജനുവരി 1 തിരിച്ചു പോകും. ഓക്കെ, നമ്മളിവിടെ കൊണ്ടുവന്ന ബ്രോക്കർ ഈ വീടിന്റെ ഉടമസ്ഥൻ ഡിസംബർ 31 നാട്ടിലെത്തുമെന്നും ജനുവരി 1 തിരിച്ചു പോകുമെന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. ഓക്കെ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആള് എന്നാണ് പോകുന്നത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാ? ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ഒരുപോലെ അല്ലേ? അതല്ല, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അന്ന് നടന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഞാൻ വന്നൊരു 10-15 ദിവസം കഴിഞ്ഞിട്ടാ പുള്ളി ഇവിടെ നിന്ന് പോയേ. അതല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർക്കുന്നുണ്ടോ? പുള്ളി പോയ അന്ന് രാത്രി നല്ലപോലെ പുറത്ത് പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. താൻ വന്നത് ഡിസംബർ മാസമാണോ? അതെ. ഓക്കെ, അപ്പൊ അങ്ങേര് രക്ഷപ്പെട്ടു പോയത് ഡിസംബർ 31 ന്യൂ ഇയറിന്. അപ്പൊ നമ്മൾ ഈ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുന്നേ ബ്രോക്കർ നമ്മളോട് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഡേറ്റ് പറഞ്ഞിരുന്നുണ്ട്, ഡിസംബർ 31. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. അല്ല, അതിന് ഇതൊരു സംശയം മാത്രമല്ലേ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം പരീക്ഷിച്ചില്ലേ, ഇതും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ചൂടെ? അതിന് നമുക്ക് ഡേറ്റ് അറിയില്ലല്ലോ. നവംബർ 28. ഞാനിവിടെ വന്നത് ഒക്ടോബർ 22. മൊത്തം 37 ദിവസമാണ് ഞാനിവിടെ വന്നിട്ട്. അപ്പൊ ഇനി ഡിസംബർ 31 33 ദിവസം കൂടി. ഛേ, അപ്പൊ ഇനി 33 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണോ? നമ്മൾ ഓരോ പ്രാവശ്യം ഗേറ്റ് കടന്നു പോകുമ്പോഴത്തേനും തിരിച്ചു വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ? അതെ, ശരിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് 33 തവണ ഈ ഗേറ്റ് മറികടന്നോ? ഡിസംബർ 31 ആകും. വാ പോവാ. ഇന്ന് ഡിസംബർ 31. നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീടിന് പുറത്തിറങ്ങും. യെസ്, ലെറ്റ്സ് ഗോ. ഇയാളാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. ഇയാൾ മരിച്ച എന്നാ മരിച്ചത്? ഡിസംബർ 31. 31st. അതായത് ഈ ദിവസം. അപ്പോ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയ നമ്മളും മരിക്കും. സാറെന്താ ഉദ്ദേശിക്കുന്നേ? ഇത്ര നാൾ ഈ വീടിനുള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയിട്ട് ചാവാനല്ല. സാറ് പറ, എന്ത് ചെയ്യണ്ടേ? നമ്മൾ കണ്ടെത്തിയ വഴി തെറ്റാണ്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു കയറാം. വീണ്ടും ഇതിനകത്തോട്ട് കയറാനോ? ഇതൊക്കെ ചിലപ്പോ നമ്മൾ തോന്നലായിരിക്കും. നമ്മുടെ ജീവന്റെ കാര്യമാണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. അയ്യോ, ദേ അവള്. നിസി, ഞാൻ വരില്ല. എനിക്ക് പറ്റില്ല ഈ വീട്ടിൽ കിടന്ന് അറിയിക്കാൻ. സാർ അന്ന് എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്താന്ന്? ഇങ്ങനൊരു വീടിന്റെ അകത്ത് അടഞ്ഞു ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിലും നല്ലത് മരിക്കുന്നതാ. ഗുഡ് ബൈ. എടാ, ഗേറ്റ് അറിയണേ.
എന്നാ എന്തടി എന്താടാ? സാറേ ഇവളല്ലേ നമ്മളിപ്പോ കണ്ടേ? നമ്മൾ ഈ ഗേറ്റ് കടന്നപ്പോ ഒരു ദിവസം കഴിഞ്ഞു. നമ്മൾ അവളെ കണ്ടത് ഇന്നലെയാ. ഈ ഗേറ്റ് അടയുന്നതിന് മുന്നേ കയറിയതുകൊണ്ടാ നമ്മളൊക്കെ ജീവനോടുള്ളത്. സാറേ ഇനിയിപ്പോ നമ്മ എന്താ ചെയ്യണ്ടേ? അറിയില്ല. ഈ കണ്ടതൊന്നുമല്ല ഈ വീട്. ഞങ്ങളെല്ലാം ഈ വീടിനകത്ത് കയറ്റിയതിന് പിന്നിലുള്ള ഉദ്ദേശം, അകത്ത് മരിച്ച ആളിങ്ങനെ പുറത്ത് ജീവനോടെ വന്നു. ഇവരെയെല്ലാം എന്തിനു കൊന്നു? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ആ ഉത്തരമെല്ലാം കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഈ കേസ് വിടൂ.